ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി സേമിയ ബിരിയാണിയാണ്. ഫസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്യുക, സേമിയ റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഉള്ളി, പച്ചമുളക്, ക്യാപ്സിക്കം, ക്യാരറ്റ് എല്ലാം വഴറ്റിയിട്ട് മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സേമിയ അതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞാൽ മല്ലിച്ചപ്പൂ, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് റംസാനിന് ഏറ്റവും കഴിക്കാൻ പറ്റിയ വിഭവമാണിത്. എണ്ണയില്ലാത്ത വിഭവമാണ്. കണ്ണൂര് നോമ്പറ കൂടുതലായിട്ട് പലതരം വിഭവങ്ങളുണ്ടാവും. കടികൾ എല്ലാ മോഡൽ കടികളും അങ്ങനെയായിട്ടുള്ള നോമ്പ് തുറയ്ക്ക്. പിന്നെ കഞ്ഞിയാണ് ഏറ്റവും പ്രധാനം, ഫേമസ് ആയിട്ട്. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ രാത്രി തറാവിക്ക് ശേഷം ഇങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസ്, കച്ച്, കബാബ് അങ്ങനത്തെ ഐറ്റംസുകളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോമ്പ് തുറന്ന് എല്ലാവരും അവിടെ പോയിട്ട് കഴിക്കും. ഇപ്പോൾ എല്ലാ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറേ സ്ഥലത്തായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം അത് കണ്ണൂർ സിറ്റിയിലായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിൽ കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞിട്ട് തറാവി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഉണ്ട്, വെള്ളപ്പോളയും പാലും. ആ പോള ആ പാലിൻ്റെയും ആ പഴത്തിൻ്റെയും കൂട്ടിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ അത് വേറെ തന്നെ ഒരു ടേസ്റ്റ്. അത് നോമ്പിനാണ് കൂടുതലായിട്ട് അത് കിട്ടുന്നത്. റെസിപ്പി നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആക്കിയ വേഗം ആകുന്നതുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. കൂടുതൽ എണ്ണകളൊന്നും ഇല്ലാതെ ആക്കാൻ പറ്റിയൊരു വിഭവമാണ്.